യാത്രാക്ലേശത്താൽ വലഞ്ഞ് അതിർത്തി ഗ്രാമമായ വട്ടവട. മൂന്നാറിൽ നിന്ന് 44 കിലോമീറ്റർ ദൂരെയുള്ള വട്ടവടയിലേക്ക് ചുരുക്കം ചില ബസ് സർവീസുകൾ മാത്രമാണ് നടക്കുന്നത്. മൂന്നാർ, തേനി ഭാഗങ്ങളിലേക്ക് കൂടുതൽ ബസ് സർവീസുകൾ അനുവദിക്കാൻ ഇടപെടൽ വേണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. അതിർത്തി ഗ്രാമമായ വട്ടവടയിലേക്കുള്ള യാത്രാക്ലേശം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. കഴിഞ്ഞ കുറെ നാളുകളായി ആളുകളെ വലയ്ക്കുന്ന പ്രശ്നമാണിത്. മൂന്നാറിൽ നിന്ന് 44 കിലോമീറ്ററോളം ദൂരമുണ്ട് വട്ടവടയിലേക്ക്. പ്രധാന ആവശ്യങ്ങൾക്കൊക്കെയും ആളുകൾക്ക് വട്ടവടയിൽ നിന്നും മൂന്നാറിലോ മറ്റിതര ടൗണുകളിലോ എത്തണം. ചുരുക്കം ചില ബസ് സർവീസുകൾ മാത്രമാണ് വട്ടവടയിലേക്കും തിരികെയും നടന്നു വരുന്നത്. ഒരു ബസ് പോയ ശേഷം മറ്റൊരു ബസ് എത്തി യാത്ര നടത്തണമെങ്കിൽ ഏറെ സമയം കാത്തു നിൽക്കണം. ഈ സാഹചര്യത്തിലാണ് മൂന്നാർ, തേനി ഭാഗങ്ങളിലേക്ക് കൂടുതൽ ബസ് സർവീസുകൾ അനുവദിക്കാൻ ഇടപെടൽ വേണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത്. ഇടുക്കി ജില്ലയിലെ ഏറ്റവും പിന്നോക്ക പ്രദേശമായ വട്ടവടയിലേക്ക് കൂടുതൽ KSRTC അനുവദിക്കണം. നമുക്കറിയാം, ടൂറിസ്റ്റുകളും കോർപ്പറേഷൻ പോലെയുള്ള മൂന്നാറിലെ വിനോദസഞ്ചാരികൾ ഏറ്റവും കൂടുതൽ ഇപ്പോഴും വട്ടവടയിലേക്ക് എത്തുന്ന സാഹചര്യത്തിൽ അതുപോലെ തന്നെ അവിടുത്തെ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് യാത്രാക്ലേശം ഏറെ ബുദ്ധിമുട്ടുകയാണ്. അമിതമായ മറ്റു വാഹനങ്ങൾ ആശ്രയിച്ചാണ് അവർ യാത്ര ചെയ്യുന്നത്. സ്കൂളിലും മറ്റും പോകുന്നതിനും അതുപോലെ തന്നെ സർക്കാർ ജീവനക്കാരൊക്കെ പോകുന്നതിനും വരുന്നതൊക്കെ വളരെ ബുദ്ധിമുട്ടുകയാണ്. വട്ടവട ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ മേഖലകളിലായി നിരവധി കുടുംബങ്ങൾ താമസക്കാരായുണ്ട്. ബസ് സർവീസുകളുടെ കുറവ് മൂലം പലപ്പോഴും മറ്റിതര വാഹനങ്ങളെ ആശ്രയിക്കുകയാണ് പലപ്പോഴും ഇവർ ചെയ്യുന്നത്. ഇത്തരം യാത്രാ മാർഗങ്ങൾക്കായുള്ള ചിലവ് വലുതാണ്. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് ജീവിതം നയിക്കുന്നവരാണ് വട്ടവടയിലെ ഒട്ടുമിക്ക ആളുകളും. വിനോദസഞ്ചാരികളായി വട്ടവടയുടെ ഭംഗി ആസ്വദിക്കാൻ ദിവസവും ആളുകൾ എത്താറുണ്ട്. കൂടുതൽ ബസ് സർവീസുകൾ അനുവദിച്ചാൽ പ്രദേശവാസികൾക്കൊപ്പം വട്ടവടയുടെ വിനോദസഞ്ചാര മേഖലയ്ക്കും കരുത്താകും. ന്യൂസ് ബ്യൂറോ, അടിമാലി.